ഈ സിനിമ മേഖല എന്നുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലാക്ക് ബോക്സ് പോലെ. നമുക്ക് ഒരു ആക്സസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതാണ് പ്രോപ്പർ നമ്പർ എന്ന് പറഞ്ഞ് വെരിഫൈ ചെയ്ത് എവിടെയെങ്കിലും നമ്മൾ ഈ പറയുന്ന കളക്ഷൻസ് ഒക്കെ അവർ പറയുന്നതാണ് നമുക്ക് കളക്ഷൻ, നമുക്ക് അറിയത്തില്ല. അവിടെയും ഈ പറയുന്ന ബ്ലാക്ക് വൈറ്റ് ആക്കുന്നതിന്റെ പാർട്ടായിട്ട് ഇങ്ങനെ സന്തോഷ് പണ്ഡിറ്റ് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഒരിക്കലും കിട്ടില്ല 100 കോടി തിയേറ്ററിൽ നിന്ന്. എങ്ങനെയാണ് ഈ പറഞ്ഞ ഈ 100 കോടിയുടെ പരിപാടിയില്ല നിങ്ങൾ അറിയുന്ന ഈ ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന ഡീലുകൾ എങ്ങനെയാണ് നടക്കുന്നത്? എനിക്ക് എപ്പോഴുള്ള സംശയം നമ്മുടെ അബേ ടാക്സ് പ്രോഗ്രാം കറക്റ്റായിട്ട് പറഞ്ഞത്. അതായത് ഒരു സിനിമ റിലീസായി വരുമ്പോൾ ആ പടത്തിന് ആൾ കയറുന്നില്ലെന്ന് വിചാരിക്കുക, ഇവരൊരു ഏജൻസി ത്രൂ ആ പടത്തിന് എല്ലാ ആളിനെയും കയറ്റും. സോ ദാറ്റ് ബുക്ക് മൈ ഷോ ത്രൂ ആ പൈസ അവർ സർക്കുലേറ്റ് ചെയ്തെടുക്കും. സത്യമായി നഷ്ടമാണ്, പക്ഷേ കയ്യിലൊരു 50 കോടി രൂപ ബ്ലാക്ക് ഇരിപ്പുണ്ട്. അത് ഏത് വകയിൽ കണക്കിലാക്കാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. അത് ഏത് ഇല്ലീഗൽ മെത്തേഡിൽ കൂടെ ഉണ്ടായതാവും പൈസ. 50 കോടി രൂപ നമ്മൾ ബുക്ക് മൈ ഷോയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫണ്ട് ടാക്സ് എല്ലാം പോയി കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പൈസ ചിലപ്പോൾ തിരിച്ചു കിട്ടും. അപ്പോൾ 25 കോടി രൂപ വൈറ്റായിട്ട് തിരിച്ചു ഒരു സിനിമയുടെ ബാനറിൽ.